എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആനി എല്ലാവരോടുമായിട്ട് തീർത്ത് പറയുവാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദു ആയിരിക്കും. നന്ദുവിനെ മാത്രമേ എനിക്ക് എൻ്റെ ഭാര്യയായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ആരെൻ്റെ ജീവിതത്തിലോട്ട് വന്നാലും അവരെ എനിക്ക് ഭാര്യയായിട്ട് കാണാൻ സാധിക്കില്ല. അതിപ്പം അവന്തികയാണെങ്കിലും ശരി എന്ന് ഉറപ്പിച്ച് പറയുന്നു. അത്രയും പറഞ്ഞു കഴിയുമ്പം പിന്നെ ഒന്നും പറയാനില്ലല്ലോ അവർക്കാർക്കും. അതിൻ്റെ കൂടെ ഇത്രയും കൂടെ പറയുന്നുണ്ട് അനി, ഞാൻ ഈ വീട്ടിലെ എല്ലാവരോടും എൻ്റെ മനസ്സെന്താണ് എന്ന് തുറന്ന് കാണിച്ചതാണ്. ആരും അത് മൈൻഡ് ചെയ്തില്ല. അതുപോലെ എല്ലാവരും എന്നെ ഇട്ട് പന്ത് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ആരും അറിയുന്നില്ല. ആദർശൻ്റെ ആ സ്ഥാനങ്ങൾ പോലും എനിക്ക് തന്നപ്പോൾ എനിക്കതൊരു ഭാരമായിരുന്നു. എന്നിട്ടും മുത്തശ്ശൻ പറഞ്ഞപ്പോൾ ഞാനത് അനുസരിച്ചു. അത് വിട്ടുകൊടുക്കാൻ പറഞ്ഞപ്പോൾ വിട്ടുകൊടുത്തു. എൻ്റെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും എന്താണെന്ന് അറിയാൻ ആരും ശ്രമിക്കുന്നില്ല. എന്നിട്ട് പോലും എന്നൊക്കെ പറയുമ്പോഴേക്കും ആകെ വിഷമം തോന്നുന്നുണ്ട് മുത്തശ്ശന് അത് ആനിയോട്. അതിനിടയ്ക്ക് നയന പറയുക, അവന്തിക അവൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, ഇനി അവൾ ഇതെങ്ങനെ സഹിക്കും അനി എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, ഞാനിത് ഈ അവസാന നിമിഷമല്ല പറഞ്ഞത്, ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞതാ. അതൊന്നും കേൾക്കാതിരുന്നത് നിങ്ങളല്ലേ. അതുപോലെ അവന്തികയോടും അനി പറഞ്ഞതാണല്ലോ. അങ്ങനെ പറയുന്നു. അന്നേരം ദേഷ്യം വന്ന് നിൽക്കുവാണ് ജാനകി പറയുന്നുണ്ട്, ഏതായാലും അവളെ ആ നന്ദുവിനെ നിന്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് നീ കരുതണ്ട, അത് നടക്കുകയില്ല എന്ന് പറയുമ്പം അമ്മേ, ഞാൻ എൻ്റെ മനസ്സാണ് ഞാനിവിടെ തുറന്ന് കാണിച്ചത് എന്ന് പറയും. അന്നേരം ജാനകി, ആഹാ നീ അവളെ വിവാഹം കഴിക്കുവാടാ, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുവാടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കോളറിന് കയറി പിടിക്കുക. അന്നേരം മുത്തശ്ശൻ പറയും, വേണ്ട, എൻ്റെ മുമ്പിൽ വെച്ചൊരു വഴക്ക് വേണ്ട എന്ന് പറയുന്നു. അന്നേരം ജാനകി പറയുവാണ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ മരുമകളായിട്ട് അവളെ ഞാൻ കാണില്ല, അവളെ ഈ വീട്ടിലോട്ട് ഞാൻ കയറ്റത്തുമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് കയറി വരുന്ന നീ കാണാൻ പോകുന്നത് പാനിൽ തൂങ്ങി നിൽക്കുന്ന നിൻ്റെ അമ്മയായിരിക്കും. അങ്ങനെയുള്ള എന്നെ, വെള്ള പൊതിപ്പിച്ച് കിടത്തിയ എന്നെ കണ്ടിട്ടേ നിനക്കൊരു വിവാഹ ജീവിതം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ജാനകി അങ്ങ് പോകും. പോയി കഴിയുമ്പോഴേക്കും ആകെ വിഷമാണ് അനി ഇങ്ങനെ സങ്കടപ്പെട്ട് നിന്നിട്ട് മുത്തശ്ശനോട് പറയുക, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല മുത്തശ്ശാന്ന്. അന്നേരം മുത്തശ്ശൻ അടുത്ത് വന്നിട്ട് പറയും, സാരമില്ല മോനെ, നിന്നെ എനിക്കിന്ന് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ വിവാഹ നിശ്ചയം വേണ്ടാന്ന് വെക്കാമെന്ന് പറയുക കേട്ടോ. അതിനിടയ്ക്ക് മുത്തശ്ശൻ പറഞ്ഞായിരുന്നു, നന്ദു വിളിച്ചു, ഇങ്ങനെ അനാമികയും വേണുവും കൂടി ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അനിയുടെ വിവാഹ നിശ്ചയം നടത്തുന്നതിനെ എതിർക്കണമെന്ന് പറഞ്ഞ്. അതുകൊണ്ടുകൂടി നമുക്ക് ഈ വിവാഹ നിശ്ചയം നടത്താൻ സാധിക്കില്ല. അനിയിപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പം അതൊരു വേറെ കാരണമായി, അതുകൊണ്ട് നമുക്കിത് മാറ്റിവെക്കാം എന്ന് മുത്തശ്ശൻ ജാനകി ഉള്ളപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നേ. ഏതായാലും ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ആകെ വിഷമിച്ച് ജയം പറയുവാണ്, ഒരുപാട് ആഗ്രഹിച്ച് വിവാഹ നിശ്ചയത്തിലേക്ക് ഇറങ്ങിയ ഒരു പെൺകുട്ടിയെ വേദനിപ്പിക്കുന്നത് ശരിയല്ല മോനെ, പക്ഷെ നിന്റെ ഭാഗത്തും ന്യായം ഉള്ളതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്ന് പറയുക ജയൻ. അന്നേരം അജയനൊന്നും മിണ്ടാതെ നിൽക്കുമല്ലേ. അതുകൊണ്ട് ദേവയാനി ചോദിക്കും, അജയ നീ എന്താ ഒന്നും മിണ്ടാത്തതെന്ന്. അന്നേരം അജയൻ പറയുന്നുണ്ട്, എനിക്ക് ഇവളുടെ ഈ രീതി കാണുമ്പോഴാണ് സഹിക്കാൻ മേലാത്തത്. ഇവൻ്റെ നിലപാട് അറിഞ്ഞ ആ നിമിഷം തൊട്ട് ഞാൻ ജാനകിയോട് പറയുന്ന ഈ വിവാഹബന്ധം വേണ്ട എന്ന്, ഇവളൊക്കെ കേൾക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അജയൻ. അജയൻ ഇപ്പോഴും അനിയുടെ കൂടെ തന്നെയാണല്ലോ നിന്നുകൊണ്ടിരുന്നത്. അന്നേരം വീണ്ടും നയന പറയുവാണ്, അപ്പുറത്ത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്, ഇന്ന് അനിയുടെ വിവാഹ നിശ്ചയം നടക്കുവാണെങ്കിൽ പിന്നെ നന്ദുവിൻ്റെ പേര് പറഞ്ഞ് അവരെ ആരും ആക്ഷേപിക്കില്ലല്ലോ എന്ന് അവർ ഒരുപാട് സന്തോഷിച്ചിരുന്നു. ഇനിയിപ്പോൾ അവർക്കും വിഷമാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നയന. അവരുടെ ആ വിഷമത്തേക്കാൾ വലുതാണല്ലോ അനിയുടെ വിഷമം. എന്തായാലും അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് നയനെ. പിന്നീട് അവന്തികയാണ് കാണിക്കുന്നത്. അവന്തിക ഒരുക്കുന്നത് ജലജയാട്ടോ. അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് മുത്തച്ഛനും മുത്തശ്ശിയും വരും. അന്നേരം ജലജ പറയുവാണ്, ബ്യൂട്ടീഷ്യനേക്കാൾ നന്നായിട്ട് ഒരുക്കാൻ അറിയാവുന്നവർ ഈ വീട്ടിലുണ്ട്, എന്നിട്ട് അവരാരും ഇങ്ങോട്ട് വന്നില്ല എന്ന്. അന്നേരം മുത്തശ്ശി പറയും, അവരെല്ലാം ഇങ്ങോട്ട് വരാനിരുന്നതാണ്, അന്നേരമാണ് എല്ലാം തകർത്തുകൊണ്ട് അനി വന്നത് എന്ന് പറയുമ്പോൾ അവരൊരു ഞെട്ടലാണ്. എന്ത് പറ്റി എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ ഒരു തരത്തിലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് തുറന്നു പറഞ്ഞു. അതുമാത്രമല്ല, അവൻ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, അവൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദു മാത്രമായിരിക്കും, അവളെ വിവാഹം കഴിക്കുകയുള്ളൂ, അവളെ മാത്രമേ ഭാര്യയായി കാണാൻ അവന് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ തീർത്ത് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഈ വിവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അനാമികയും അവനും ജീവിച്ചതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് ജീവിതം തീർക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നേക്കാൾ നല്ലത് നമുക്ക് ഇപ്പോൾ ഈ വിവാഹ നിശ്ചയം മാറ്റിവെക്കുന്നതാണ് നല്ലതെന്ന് പറയും. അന്നേരം അത് ജലജയ്ക്ക് ഇഷ്ടപ്പെടുകയല്ല. ജലജ ചോദിക്കും, അവൻ ഇതിനു മുമ്പും പറയുന്നുണ്ടായിരുന്നല്ലോ ഈ വിവാഹത്തിന് അവന് താല്പര്യമില്ല എന്ന്. അന്നേരം ഒന്നും അത് മൈൻഡ് ചെയ്യാതെ ഇരുന്നിട്ട് ഇപ്പോൾ എന്തിനാ അതിന് ഇതുപോലൊരു പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയും, അത് മാത്രമല്ല, ആ വേണു
പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നിവിടെ വിവാഹ നിശ്ചയം നടക്കുന്നതിനെതിരെ അത് തടയണം എന്ന് പറഞ്ഞ് എന്നെ നന്ദു വിളിച്ചായിരുന്നു എന്നുകൂടി പറയുമ്പോഴേക്കും ജലജ ഇപ്പോഴല്ലേ കാര്യങ്ങൾ ശരിക്കും മനസ്സിലായത്. ഇത് അവനും അവളും തമ്മിലുള്ള നാടകമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിപ്പം എന്താന്ന് പറഞ്ഞാലും വേണു ഇതറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകുകയില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അനിയെ അറസ്റ്റ് ചെയ്യാനായിരിക്കും നന്ദു ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറയുന്നു. അന്നേരം ജലജ പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് ഇത് ഭയങ്കര വിഷമമായി, അവളെ നാണം കെടുത്തുമല്ലേ നിങ്ങൾ എല്ലാവരോടും ചെയ്തത് എന്നൊക്കെ ചോദിക്കും. അതുപോലെ അവന്തിക പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഒരാൾ എന്നെ പെണ്ണ് കാണാനായിട്ട് വന്നു, ഒരു വക്കീൽ. അതിനുശേഷം അയാൾ പറഞ്ഞു എന്നെ വേണ്ട എന്ന്. അതിൻ്റെ വാശിക്കാണ് ഞാൻ അനിയേട്ടനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. അതും ഇങ്ങനെയായി. ഇതിപ്പം എന്നെ എല്ലാവരും കൂടി കോമാളിയാക്കുമല്ലായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിപ്പം മോള് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ ഒരു വിവാഹ നിശ്ചയത്തിന് നിങ്ങളുടെ കൂടെ നിൽക്കാൻ സാധിക്കത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റിവെക്കാം. അവൻ്റെ ആ മനസ്സൊന്നും മാറാതെ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, കേട്ടോ മോളെ നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാമെന്ന്. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ അപ്പുറത്തേക്ക് പോകുന്നു. പിന്നെ കാണിക്കുന്നത് എല്ലാവരും എന്നും ചെയ്യുന്ന പോലെ തന്നെ താഴെ ഹാളിൽ വന്നിരുന്ന് ഒരു കുടുംബയോഗം എന്ന പോലെ ഇരിക്കുവാണ്. ഓരോരുത്തർ വന്ന് ജോയിൻ ചെയ്യുന്നു, അവരവരുടെ അഭിപ്രായം പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ നടക്കുവാണ്. ആദ്യം അവിടെ ഇരിക്കുന്നത് അവന്തികയും ജലജയൊക്കെയാണ്. ആകെ വിഷമിച്ച് ജാനകി അടുത്ത് തന്നെയാണ്. അന്നേരം ജലജ എന്നത്തെയും പോലെ തന്നെ പറയുന്നുണ്ട്, ഇത് മൊത്തം അവൻ്റെയും അനിയുടെയും നന്ദുവിൻ്റെയും അഭിനയമാണ്. അവരിത് പ്ലാൻ ചെയ്ത് ഇങ്ങനെ വേണുവിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് നവ്യോടായിട്ട് പറയുന്നുണ്ട്, എന്നാലും നിൻ്റെ അച്ഛനും അമ്മയും ഇതിനൊക്കെ കൂട്ടുനിന്നല്ലോ എന്ന്. അന്നേരം നവ്യ പറയും, എനിക്ക് ഇതിൻ്റെ അകത്തൊരു പങ്കുമില്ല. ഞാൻ മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിച്ചതാണ് നിങ്ങളുടെ വിവാഹ നിശ്ചയം നടക്കണമെന്ന്. അങ്ങനെയെങ്കിലും നന്ദു ഇങ്ങോട്ട് വരാതിരിക്കണേ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇത് മുടങ്ങിപ്പോയതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്നൊക്കെ പറയുക. അന്നേരം ജാനകി പറയുന്നുണ്ട്, അങ്ങനെ മുടങ്ങിപ്പോയി എന്നൊന്നും ആരും പറയണ്ട. അവൻ ഇതൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ പോലും എൻ്റെ മരുമകളുടെ സ്ഥാനത്ത് എന്നും എൻ്റെ ഈ മോള് തന്നെയായിരിക്കും. അത് അങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് കരുതുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ഈ സെയിം കാര്യം ജാനകി അനാമികയും അനിയും തമ്മിലുള്ള വിവാഹം നടക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ ബഹളം വെച്ചപ്പോഴും പറഞ്ഞിട്ടുള്ള ഡയലോഗാണ്. ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അവന്തികയെ. അപ്പോഴത്തേക്കും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ നയനയും കനകയും ഗോവിന്ദനും ഒക്കെ വരുന്നുണ്ട്. അന്നേരം അവരെയും കുറ്റപ്പെടുത്തും. എന്നും പറയുന്ന പോലെ തന്നെ ഇവരുടെ ഇങ്ങനെ പ്ലാനാണ് ഈ വിവാഹ നിശ്ചയം മുടങ്ങിയത് എന്നൊക്കെ പറയും. അന്നേരം നയന പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയെ അപമാനിക്കരുത്, അവരിതൊന്നും അറിഞ്ഞതല്ല. നന്ദുവിനെ ഈ വിവാഹ നിശ്ചയത്തിന് അവർ കൊണ്ടുവരാതിരുന്നത് പോലും ഈ വിവാഹ നിശ്ചയം നടന്നു പോവുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് കരുതിയാണ് എന്ന് പറയുമ്പോൾ, കൂടെ കൊണ്ടുവന്നില്ലെങ്കിലും വിവാഹ നിശ്ചയം മുടക്കിയല്ലോ, അത് മതിയല്ലോ നിനക്ക് എന്നൊക്കെ പറയും. എന്നിട്ട് എന്നത്തെ പോലെ തന്നെ കച്ചറ വർത്തമാനം പറയുവാണ് ജലജ പറയുവാണ്, ഇവൾക്കൊന്നും ഈ വീടിൻ്റെ പടി കയറി വരാനുള്ള അർഹതയില്ല. 2 മക്കളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് ഈ വീടിൻ്റെ താളം തെറ്റിച്ചു. അതുകൂടാതെ ഇനി ഇളയ സന്താനത്തിനെയും കൂടെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം. അതിനുള്ള പ്ലാനിങ് അല്ലേ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ മോളെ അതിനകത്ത് ബലിയാടാക്കി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുവാണ്. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇതൊന്നും ഞങ്ങൾ മനസ്സിൽ പോലും കരുതിയതല്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ വിവാഹ നിശ്ചയം നടക്കണമെന്ന് മാത്രമാണ് പ്രാർത്ഥിച്ചത് എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, ഇങ്ങേരെ ഇവരുടെ വിവാഹം കഴിഞ്ഞ കാലം തൊട്ട് ഇതുപോലുള്ള കുമ്പസാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇയാൾക്ക് ഹൃദയം ഉണ്ടോയെന്ന് പോലും എനിക്ക് സംശയമാണ് എന്നൊക്കെ പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചു, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇത്രയും കാലം ഞാൻ അനിയെ ഉപദേശിക്കുമായിരുന്നു, നന്ദുവിൻ്റെ പുറകെ നടക്കരുത്, നന്ദുവിനെ വിവാഹം കഴിക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇനി തൊട്ട് അങ്ങനെയല്ല, അനിയുടെ ആഗ്രഹം എന്താണോ അതങ്ങ് നടക്കട്ടെ, അതാണ് ഇനി തൊട്ട് എൻ്റെ നിലപാട് എന്ന് പറയുമ്പോഴേക്കും നവ്യ അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുവാണ്. ഇനി അവരുടെ സൈഡിൽ നിന്ന് സംസാരിച്ചില്ലെങ്കിൽ നവ്യയെ സംശയിച്ചാലോ എന്നോർത്ത് നവ്യ പറയുക, നയനെ നീ ഒരുപാട് തർക്കിക്കാനൊന്നും നിൽക്കണ്ട, ഇവരുടെ ഭാഗത്തും കുറച്ച് ശരിയൊക്കെ ഉണ്ട് എന്ന്. അന്നേരം നയന ചോദിക്കും, എന്ത് ശരിയുണ്ടെന്നാണ് ചേച്ചി പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല. ഏതായാലും എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നത് അവരെ ഈ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചതുകൊണ്ടാണ്. അവരിവിടെ നിർത്തി അപമാനിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പം ജലജ ചോദിക്കും, ഈ കാര്യങ്ങളെല്ലാം ഒപ്പിച്ചു വെച്ചത് അവർ തന്നെയല്ലേ, അതുകൊണ്ടാണ് അവരെ കുറ്റം പറയുന്നത്, അല്ലാതെ മുന്നിൽ നിന്ന് അഭിനയിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന്. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെ തന്നെ നിങ്ങൾ കരുതിക്കോ, ഒരു കുഴപ്പമില്ല. ഇനി അനി എന്ത് നിലപാടെടുത്താലും അനിയുടെ ഒപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനിയിപ്പം നന്ദുവിനെ വിവാഹം കഴിക്കണം എന്നാണ് അനിയുടെ ആഗ്രഹമെങ്കിൽ അതിനൊപ്പം ഞങ്ങൾ നിൽക്കും. ഇനി ഞങ്ങൾ അതിനെ എതിർക്കാൻ പോകുന്നില്ല, എന്താ കുഴപ്പം എന്ന് ചോദിക്കുവാണേ. അന്തേക്കും അപ്പോൾ ആ കല്യാണത്തിന് നിങ്ങൾ സമ്മതിച്ചു എന്നാണോ പറയുന്നത്, നിൻ്റെ നിലപാട് അതാണോടാ എന്നൊക്കെ ആദർശിനോട് ചോദിക്കും. അന്നേരം ആദർശ് പറയും, നയനെ എന്ത് തീരുമാനം എടുക്കുന്നു അത് തന്നെയാണ് എൻ്റെ ഇനിയുള്ള തീരുമാനമെന്ന്. അന്നേരം അഭി ചോദിക്കും, ഏട്ടത്തി തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണോ ഏട്ടൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം,
എടാ നിൻ്റെ ഭാര്യ പറയുന്ന പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എൻ്റെ നയന പറയാറില്ല, അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് നീ കയറി വരണ്ട എന്ന്. പണ്ടായിരുന്നെങ്കിൽ നവ്യ ആദർശിനെ വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിച്ചേനെ. നവ്യ ഒന്നും മിണ്ടുന്നില്ല. ഏതായാലും ആകെ വിഷമിച്ച് നിൽക്കുന്നു ജാനകി. ഇനിയിപ്പം അത്രയും ഒരു ഉറച്ച നിലപാട് നയനയും കൂടി എടുത്തപ്പം എന്ത് പറയണമെന്ന് അറിയത്തില്ല അവർക്ക്. അതുകൊണ്ട് തന്നെ അതുപോലെ നയനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇവിടുന്ന് മുത്തശ്ശനും മുത്തശ്ശിയും എനിക്ക് വേണ്ടി പെണ്ണ് ചോദിച്ച് എൻ്റെ വീട്ടിലോട്ട് വന്നപ്പം അതിനെ എതിർത്ത് അത് നടക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചതാണ് മുത്തശ്ശനെയും മുത്തശ്ശിയും എൻ്റെ അച്ഛനും അമ്മയും. എന്നിട്ടും അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തുവാണെങ്കിൽ ഇനിയിപ്പം അതിനൊപ്പം നിൽക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. എന്താണോ അനിയുടെ ആഗ്രഹം അതിനൊപ്പം മാത്രമേ ഇനി ഞങ്ങൾ നിൽക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് എടുത്തെടുത്ത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ജാനകിക്ക്. ജാനകി ഇങ്ങനെ എരച്ച് നിൽക്കുന്നു. അതുപോലെ സങ്കടവും ദേഷ്യമൊക്കെ കടിച്ചമർത്തി ജലജിയിരിക്കുന്നു. ഏതായാലും ഇത്രയായി കഴിയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, ഇവിടെ വന്ന് നിൽക്കുന്ന ഇവരെ എൻ്റെ മരുമകളിലെ അച്ഛനും അമ്മയുമാണ്. അവരെ അപമാനിക്കാൻ നിങ്ങൾ ആരും ശ്രമിക്കേണ്ട. ഇനിയിപ്പം എൻ്റെ മോള് പറഞ്ഞതുപോലെ അവളുടെ നിലപാട് അതാണ് എങ്കിൽ ഞങ്ങൾ അതിനൊപ്പം നിൽക്കും. വെറുതെ ഞങ്ങളെ വാശി പിടിപ്പിക്കാൻ നോക്കണ്ട. പിന്നെ എൻ്റെ മരുമകളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് അവളെ വിഷമിപ്പിക്കാനും ഞങ്ങൾ ആരെയും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് ദേവയാനിയും അങ്ങോട്ട് പോകുന്നു. ദേവയാനി പോയി കഴിയുമ്പം ആദർശ് പറയുന്നുണ്ട്, ഈ കുടുംബത്തിൻ്റെ താക്കോൽ ഇപ്പോൾ മുത്തശ്ശൻ കൊടുത്തേക്കുന്നത് നയനയുടെ കയ്യിലാണ്. അതുകൊണ്ട് അവൾ കാര്യങ്ങൾ തീരുമാനിക്കും. അവളെ ആവശ്യമില്ലാതെ വേദനിപ്പിക്കാനും സങ്കടപ്പെടുത്താനൊന്നും ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് ആദർശം പറയുന്നു. ഏതായാലും ഞങ്ങളെ വെറുതെ വാശി പിടിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് അവരെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ആകെ സങ്കടത്തിലാണ് അവന്തികയും ജലജയും ഒക്കെ. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഏതായാലും നല്ല വിഷമത്തിലാണ് അവന്തിക ഇരിക്കുന്നത്. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.